ജോസല്ലേ കുട്ടിയുള്ള പോക്കാണല്ലോ. പരിപാടിയിൽ ആള് കുറഞ്ഞതിൽ അനിഷ്ടം വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഹാരാജാവ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഈ നാട്ടിൽ ആളില്ലെങ്കിൽ അയൽ സംസ്ഥാനത്ത് നിന്നെങ്കിലും ആളെ കൊണ്ടുവന്ന് സദസ്സ് നിറയ്ക്കണമല്ലോ. അതാണല്ലോ സംഘാടകരുടെ മുഖ്യ ഉത്തരവാദിത്തം. വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം പാലക്കാട് പുതുശ്ശേരിയിൽ സംഘടിപ്പിച്ച സമ്മിറ്റിനിടെയാണ് വിമർശനം. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. അത്രയും വിപുലമായ ഒരു പരിപാടിയുടെ ആ ഗൗരവത്തിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത്രയേ ഞാനിപ്പോ പറയുന്നു. ഇന്നലെ ആളെ കിട്ടിയില്ല. ബംഗാളികളെയും വന്ന് കിട്ടാനില്ല. അവർക്കും കടം പറയുകയായിരിക്കും. ആശാപ്രവർത്തകരെ മുഴുവൻ പിണക്കി, അവരെ കിട്ടാനില്ല. അംഗനവാടി പ്രവർത്തകരെ കിട്ടാനില്ല. എന്തിനാ, അംഗനവാടി കുഞ്ഞുങ്ങളെ പോലും കിട്ടാനില്ല. ചുമ്മാ വ്യവസായികളുടെ കോൺക്ലേവ് എന്നും പറഞ്ഞ് മൈക്കിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ എഴുതിക്കൊണ്ട് വന്നാ പോരാ. വ്യവസായികൾ കേരളത്തിലുണ്ടോ എന്ന അന്വേഷണം ആദ്യം ഒന്ന് നടത്തണമായിരുന്നു. ഇവിടെ ആരും ഇല്ല, എല്ലാരും ഓടിച്ചു വിട്ടില്ലേ. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ. ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആളില്ല എന്ന് പറഞ്ഞ് സംഘാടകരുടെ മെക്കെട്ട് കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് വിവരം വെച്ച് ഇനി കോഴിക്കാലും കുപ്പിയോ അല്ല, ഒരു ദിവസം 1500 2000 കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഈ തള്ളു കേൾക്കാൻ ആള് കാണത്തില്ല. അതിനേക്കാൾ വേദം ട്രെയിന് മുന്നിൽ ടോർച്ചും പിടിച്ചോണ്ട് ഓടുന്ന പണിയാണ്. ഇനി പോകെ സദസ്സിലെന്നല്ല പാർട്ടി പോലും ആരും കാണില്ല എന്നുള്ളതാണ് സത്യം. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പങ്കെടുക്കാത്ത വ്യവസായികൾക്ക് നേരെ 3-ാം മുറയാണോ 4-ാം മുറയാണോ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇപ്പൊ പോലീസുകാരുടെ ആ മേലിന്റെ ഒരു സീസൺ അല്ലേ, അപ്പൊ അതൊന്ന് കൊഴിപ്പിക്കാം. എത്രയോ ദശാബ്ദമായി ആ മർദ്ദനം ഇവിടെ അവസാനിച്ചിട്ട്. അത്രയും വിപുലമായ ഒരു പരിപാടിയുടെ ആ ഗൗരവത്തിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാലും തൊഴിലുറപ്പുകാരെ പോലും കിട്ടാതെ പോയല്ലോ തമ്പുരാ. രായാവൻ നഗ്നനാണെന്ന് ജനം തിരിച്ചറിഞ്ഞ് കൂലി കൊടുത്താലും ആളെ ഇനി കിട്ടത്തില്ല. തമ്പുരാൻ ഇനി ഇങ്ങനെയുള്ള പരിപാടികളിൽ പോകാതെ വേറെ വല്ലവരെയും പകരം വിടാൻ നോക്കി. ഇതിനേക്കാൾ ആള് കൂടും. ഒന്നുമില്ലെങ്കിൽ ഒരു 2 അക്ക സംഖ്യയെങ്കിലും കിട്ടും. അല്ല, തമാശയല്ല കേട്ടോ. ഇവിടെ വ്യവസായം ചെയ്യുന്നത് മുഴുവൻ ഇപ്പൊ ബംഗാളികളല്ലേ, ഒന്നും അറിഞ്ഞില്ലേ? സത്യത്തിൽ ഇതുള്ളത് തന്നെയാണ്. പൊറോട്ട അടിക്കൽ മാത്രമൊന്നും അല്ല, ഇപ്പൊ മുതലാളിമാരാ ഇവിടെ. എന്തുമാത്രം ബ്യൂട്ടി പാർലറുകള്, ബാർബർ ഷോപ്പുകള്, ഹോട്ടലുകള്, തട്ടുകടകള് എന്ന് വേണ്ട, അവര് കൈവയ്ക്കാത്ത മേഖലകളില്ല. നിങ്ങളുടെ അതിഥികളല്ലേ, അവരാണിപ്പോ നിങ്ങളുടെ സ്വന്തം മുതലാളിമാര്. പിന്നെ അത്യാവശ്യമായിട്ട് അവർക്ക് ഇവിടെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള കാര്യങ്ങളും കൂടെ ഏർപ്പാടാക്കിയേക്കണം. അല്ലെങ്കിൽ ഇപ്പൊ അതേ സദസ് കാലിയായിട്ടിരിക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുന്നത് പോലെ വോട്ടർമാരെ ബൂത്തുകളിൽ കാണാതെ വായും പൊളിച്ചിരിക്കേണ്ട അവസ്ഥ വരും. കാലവും കഥയെല്ലാം മാറിരായാവേ. പണ്ടത്തെ പോലെ നിങ്ങൾ കോൾമയിറ് കൊള്ളിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കൈയടിച്ചുകൊണ്ടിരുന്ന ജനങ്ങളും കോരി തരിച്ചുകൊണ്ടിരുന്ന ജനങ്ങളും ഇറങ്ങി ഓടിക്കൊണ്ടിരുന്ന ജനങ്ങളും ഒന്നും ഇപ്പൊ ഇല്ല. ആർക്കും ഒന്നും കേൾക്കണ്ട. അടിമകൾക്ക് പോലും സത്യം പെറ്റ തള്ള സഹിക്കത്തില്ല ഈ തള്ളുകള്. മടുത്ത്. അതുകൊണ്ട് ഈ പരിപാടിയുടെ ഗൗരവം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി, സംഘാടകർ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെ പോയി എന്ന് പറഞ്ഞ് ആകുലപ്പെടാതെ, ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു, അവർ ഒരുപാട് ദൂരത്താണ് എന്ന തിരിച്ചറിവ് ഈ ഒരു ഘട്ടത്തിൽ നന്നായിരിക്കും. തിരിച്ചറിവ് കൊണ്ട് പ്രയോജനം ഇല്ലെങ്കിലും ഇത്രയും നീതിപൂർവം പ്രവർത്തിക്കുന്ന ഏത് ഗവൺമെന്റാ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായത്, ഇന്ത്യയിൽ എവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്ന ചത്തേനെ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതിനകത്തോ കിറ്റിനകത്തോ ഒന്നും ഇതൊന്നും നിൽക്കത്തില്ല തമ്പുരാനെ. കേരളം മാറിയ ആ മാറ്റത്തിൽ പകച്ച് ജനങ്ങൾ നിൽക്കുക. ആ പകപ്പിൽ നിന്ന് മാറിയാലേ ജനങ്ങൾക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുള്ളൂ. കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. SNDP എന്ന പ്രസ്ഥാനത്തെ വരുമാന മാർഗമാക്കിയ, കുടുംബത്തിന്റെ മുഴുവൻ തലമുറകളുടെ മുഴുവൻ വരുമാന മാർഗമാക്കിയ ഒരുത്തനെ ഗുരുദേവന്റെ തത്വങ്ങൾ അതേപോലെ പിന്തുടരുന്ന ആൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചപ്പോഴേ നിങ്ങളുടെ നിലവാരം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായി.
നിങ്ങളുടെ വോട്ടിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്ന തോന്നിയാസങ്ങളൊന്നും കേട്ട് സഹിച്ചിരിക്കേണ്ട കാര്യം ഇവിടുത്തെ ജനങ്ങൾക്കില്ല. അതുകൊണ്ടാരും വരാത്തത്, വേറെ ഒരു കാര്യമില്ല. എന്ത് പ്രയോജനം? പങ്കെടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ലല്ലോ. ഒരു സന്തോഷത്തിന് 5-6 പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിന്റെ മികവിനെ കുറിച്ച് കൂടി അല്ലെ 5-6 വാക്കുകൾ സംസാരിക്കാമായിരുന്നു. അതിന് പറ്റിയ സന്ദർഭമാണല്ലോ. നിങ്ങൾ തള്ളിമറിക്കുന്നത് കേൾക്കാൻ അവിടെ മുന്നിൽ വന്നിരുന്നാലേ അന്നത്തെ ദിവസം പാവപ്പെട്ടവന്റെ വീട്ടിൽ അടുപ്പ് പുകയത്തില്ല. ജോലിക്ക് പോയാലേ ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വാഗൊണ്ടുള്ള ഈ വികസനം ജനങ്ങളങ്ങ് വേണ്ടെന്ന് വെച്ച് ആവശ്യമില്ല, വേണ്ട. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാലും വേണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. വേണ്ട കണ്ടാത്തോണ്ട ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ന്യൂയോർക്കും ഡച്ചും ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കേരളം, നേരത്തെ ഉണ്ടായിരുന്ന കേരളമില്ലേ, അതാ ഇഷ്ടം. അതുകൊണ്ട് ഇത്രയും വികസനം താങ്ങാനുള്ള അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഞങ്ങളുടെ ഒന്നും മനസ്സിനില്ലെന്നേ. കുതിരയായാലും കഴുകനായാലും തീയിൽ കുരുത്തതാണെങ്കിലും മഞ്ഞിൽ ഇങ്ങോട്ട് ഇറ്റ് വീണതാണെങ്കിലും എല്ലാം ജനാധിപത്യത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പിന്തുണ കൂടിയേ തീരും. അതൊന്നും പൈസ കൊടുത്തോ ഇപ്പൊ ഭീഷണിപ്പെടുത്തിയോ ഒന്നും കിട്ടാത്ത സമയമാണ്. അത് മനസ്സിലാക്കിക്കും. കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിക്കാനോ, എല്ലാവരെയും കുറച്ചു കാലവും എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാന്നുള്ള തന്റെ മോഹനി നടക്കത്തില്ലല്ലോ. ജനങ്ങളൊന്നും തിരുമുഖം കാണാൻ ഇങ്ങനെ ഇഷ്ടമില്ലായ്ക തുടരെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ബാലൻചാട്ടം പറഞ്ഞതുപോലെ മറ്റേ ബസ്സില്ലേ നവകുള്ള വണ്ടി, കക്കൂസ് വണ്ടി, അതിന്റെ കൂടെ ആ മ്യൂസിയത്തിൽ പോയിരിക്കുന്നേ നല്ലത്. അതിനിപ്പോ ലക്ഷങ്ങൾ വാരിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തുമാത്രം ആളുകൾ ആ മൂലം വെച്ച വണ്ടി കാണാൻ അങ്ങ് തിക്കിത്തിരക്കി കയറുന്ന, അതിന്റെ കൂടെ അതിന്റെ അപ്പുറത്തോട്ട് മാറിയിരിക്കും. അങ്ങനെങ്കിലും ഖജനാവിന് 10 പൈസ കിട്ടുന്ന കിട്ടട്ടെ. കേരളത്തിലെ വ്യവസായികളെ തന്നെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ ലോട്ടറി കച്ചവടക്കാരെങ്കിലും കിട്ടിയതിനെ കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ ആ 40 എന്നുള്ളത് 50 ആക്കിയതോട് കൂടി അതുങ്ങളുടെ കഞ്ഞി കൂടി മുട്ടി അവരും വെറുത്ത് ഇപ്പൊ അതുങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. എല്ലാ മേഖലയിലും കൊണ്ട് കൈവച്ചത് കണ്ടേ എല്ലാവർക്കും നല്ല മതിപ്പാ. അല്ല പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. തമ്പുരാനെ, ഇനിയിപ്പോ കേരളത്തിൽ എന്തെങ്കിലും പരിപാടി നടത്തിയ ആളെ കൂട്ടാമെന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സംസ്ഥാനം മാറ്റിപ്പിടിക്കുക അല്ലെങ്കിൽ രാജ്യം മാറ്റിപ്പിടിക്കുന്നതായിരിക്കും ഉത്തമം. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അമേരിക്കക്കല്ലേ സ്ഥിരമായിട്ട് പോകുന്നത്. ചിലപ്പോ അമേരിക്ക കാണാത്ത അടിമകൾ കുറെ പേര് മനസ്സ് വെച്ചാൽ വരും. അവരെ കുറെ പേരെ ഇവിടുന്ന് കൊണ്ടുപോവുക. പിന്നെ അന്നത്തെ ഇരുമ്പ് കസേര അവിടെ ഉണ്ടാവും. ആ ഇരുമ്പ് കസേര വലിച്ചവിടെ ഇടുക. അടിമകൾ അവിടെ നിന്ന് ജയ് വിളിക്കുക. വരുന്നവരും പോകുന്നവരും ഇതെന്താണ് സംഭവം എന്നറിയാൻ കൂടി നിന്ന് നോക്കും. അപ്പോ കുറെ ആളെ കിട്ടുമല്ലോ. അതൊക്കെ ഉള്ളു ഇനി മാർഗം. വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ചാണക്യൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഒരാൾ എവിടെ ഇരിക്കുന്നു എന്നതല്ല അയാളെ ശ്രേഷ്ഠനാക്കുന്നത്, അയാളുടെ സ്വഭാവ മഹിമയാണ്. ഒരു കാക്ക കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ കയറി ഇരുന്നാലും അത് ഗരുഡനാകില്ലല്ലോ.